ജ്ഞാനായ കോൺഗ്രസിന്റെ പ്രവർത്തകര് ദേവാലയങ്ങളിൽ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ ഈ മയക്കുമരുന്നുകളിൽ നിന്നോ അല്ലെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റി ഇങ്ങനെയുള്ള സമുദായത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് അവർ വരുന്നതിൽ അവരെ സ്വാഗതം ചെയ്യണം. തിരുമേനി പറഞ്ഞതുപോലെ ഇന്ന് വൈകിട്ട് അവിടെ എരവീരൂർ ദേവാലയത്തിൽ നടക്കുന്നു. കഴിഞ്ഞ ആഴ്ച റാന്നിയിലെ കല്ലിശ്ശേരി എന്ന് വേണ്ട നമ്മുടെ യുവജനങ്ങളെല്ലാവരും എല്ലാ യുവജനങ്ങളും സമുദായത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പോലെ തന്നെ ജ്ഞാനായ കോൺഗ്രസിന്റെ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും വരും തലമുറയ്ക്ക് അവരെ നേതൃത്വം കൊടുത്ത് പോകേണ്ട യുവാക്കന്മാരാണ്. അവരുടെ സേവനം നമുക്ക് വളരെ പ്രയോജനം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിങ്ങൾക്കിപ്പം തിരുമേനി പറഞ്ഞതുപോലെ എല്ലാവരും പട്ടിണിയിരിക്കുക. രാവിലെ ഇവിടെ കുർബാനയ്ക്ക് വന്നത് നിങ്ങൾക്കറിയാമല്ലോ. എല്ലാവരും കൈമുത്തുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ നീട്ടിപ്പറയാനും കഴിയില്ല. എന്നാൽ 2-3 കാര്യങ്ങൾ പറയുകയും വേണം. നമ്മുടെ സമുദായത്തിലെ സമുദായ സെക്രട്ടറി എന്ന് പറയുന്നുണ്ട്, ഞാൻ സുവിശേഷ പ്രസംഗം പറയാനല്ല ഞാനിവിടെ വന്ന് ദൈനംദിനമായി നടക്കുന്ന സമുദായത്തിലെ ചില കാര്യങ്ങൾ ജനങ്ങൾ അറിയണം. അതിന് പ്രത്യേകിച്ച് ഇവിടെ ലൈവും പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പെട്ടെന്ന് ചുരുക്കിൽ പറഞ്ഞാൽ ജ്ഞാനായ സമുദായത്തിന് കുറെ നാളുകളായിട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ പറയുന്നത് ജ്ഞാനായ കോൺഗ്രസ് എന്ന് പറയുന്നത് ക്ലീമീസ് തിരുമേനിയുടെ വാക്കേ ഞാൻ എടുക്കത്തുള്ളൂ. സുപ്രീം കോടതി അനുവദിച്ചു തന്ന ജ്ഞാനായ ഭരണഘടനയും ജ്ഞാനായ അസോസിയേഷനും നമ്മുടെ സ്വാതന്ത്ര്യവും അന്ത്യോക്യ ബന്ധവും അതിൽ ഉറച്ചു പോകണമെന്നാണ് നമ്മുടെയൊക്കെ ജനറേഷന്റെ കാലത്ത് നമ്മളൊക്കെ ആരാധിച്ചിരുന്ന ക്ലീമീസ് തിരുമേനി നമ്മളെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ ലിഖിതത്തിന്റെ ബുക്ക് എന്റെ കയ്യിലിരിക്കുക. മിനിറ്റ്സ് ബുക്കിൽ അദ്ദേഹം മരിക്കുന്നതിന് അല്ലെ കാലം ചെയ്യുന്നതിന് 3 മാസം മുമ്പ് അവസാനത്തെ അസോസിയേഷൻ ബുക്ക് അപ്രൂവ് ചെയ്തതിനു ശേഷം സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ 4 കാര്യം. മക്കളെ, ജ്ഞാനായ സമുദായ ഭരണഘടന സുപ്രീം കോടതി അനുവദിച്ചു തന്നതാണ്. അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെ ജ്ഞാനായ അസോസിയേഷൻ, അതുപോലെ നമ്മുടെ ഉൾഭരണ സ്വാതന്ത്ര്യം, അന്ത്യോക്യ ബന്ധം, അത് ഒരു സെക്രട്ടറി എന്ന നിലയിൽ അത് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾക്കറിയാം. അതിനകത്തോട്ട് ഞാൻ കടക്കുന്നില്ല, കൂടുതൽ സമയമില്ലല്ലോ. നമുക്കറിയാം എപ്പോഴാണ് സമുദായത്തിൽ വിഷയങ്ങൾ ഉണ്ടായത്. ജ്ഞാനായ സമുദായത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഈ ഇരിക്കുന്ന നമ്മുടെ ഗോത്രത്തലവനായ സമുദായ മെത്രാപ്പോലീത്ത ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ 2 സ്ഥാനം പോയി. ചെറിയൊരു പ്രവൃത്തി. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇടവകയിലെയും ജ്ഞാനായ സമുദായത്തിലെ മുഴുവൻ വൈദികരെയും സ്ഥലം മാറ്റുന്നതും ഇടയ്ക്ക് വരുന്ന സ്ഥലം മാറ്റങ്ങളും ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്ത നിർവഹിക്കും. അതനുസരിച്ച് കാനഡയിൽ പോയിട്ട് ഒരു വൈദികൻ ഇവിടെ വന്നപ്പോൾ ചിങ്ങവനക്കകത്തുള്ള ഒരു വൈദികനെ റാന്നി മേഖലയിലുള്ള ഒരു പള്ളിയിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അദ്ദേഹത്തിന് സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ ചിങ്ങവനത്തു നിന്ന് ഒരു പള്ളിയുടെ ചാർജ് കൊടുക്കണം. അത് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാനിപ്പം വൈദികന്റെ പേര് പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ചിങ്ങവനത്തുള്ള ഒരു വൈദികനെ ഗുരുനാഥമണ്ണ് പള്ളിയിലോട്ട് ചാർജ് സാലറിക്ക് വേണ്ടിയാ, റോഡായിട്ട് സമയമാണ്. അപ്പൊ അച്ഛൻ അവിടെ ഒരു ചാർജ് വേണം, പോയില്ലേലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് കൊടുത്തതാ. അപ്പൊ റാന്നി മേഖലയിലെ മെത്രാച്ചൻ പാത്രീസ് ബാബായ്ക്ക് എഴുതി, അത് ഞാനാണ് ചെയ്യേണ്ടത്, ഭരണഘടന പ്രകാരം ചെയ്തതാ. അപ്പോൾ പാത്രീസ് ബാബ 2 സ്ഥാനം എടുത്തും കളഞ്ഞു. ജ്ഞാനായ സമുദായത്തിന് ആ സ്ഥാനമെന്ന് ഓർക്കണം. സേവേറിയോസ് തിരുമേനിക്കല്ല, അല്ലെ റോയിച്ചൻ മെത്രാച്ചനായപ്പോൾ കിട്ടിയതല്ല. ക്ലീമീസ് തിരുമേനിക്ക് കിഴക്കിന്റെ വലിയ മെത്രാപ്പോലീത്ത സ്ഥാനമുണ്ടായിരുന്നു. ഹൂപ്പർനീതി ഹാക്യുമോ ഉണ്ടായിരുന്നു. അത് സമുദായത്തെ ജ്ഞാനായ സമുദായം എന്ന് പറയുന്നത് അന്ത്യോക്യയിൽ നിന്നും എഡേസായിൽ നിന്നും വന്ന യഹൂദ നസറാണികളാണ്. അവരെ ബഹുമാനിക്കുന്നതാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പാത്രീസ് ബാബ പറയുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. പക്ഷേ പേരൊന്നും പറയുന്നില്ലെങ്കിലും ജ്ഞാനായ സമുദായം ഉറഹോയിൽ നിന്ന് പോയവരാണ്. അവിടുന്ന് ഇവിടെ വന്നവരെന്ന് പറയുമ്പോൾ യഹൂദന്മാരാണ്. നമ്മളെ ബഹുമാനിച്ച് 2 സ്ഥാനം ക്ലീമീസ് തിരുമേനിക്കുണ്ടായിരുന്നു. ആ 2 സ്ഥാനം നമ്മുടെ സമുദായ മെത്രാപ്പോലീത്തായ്ക്ക് കൊടുത്തു. ഒരു വൈദികനെ ഭരണഘടന പ്രകാരം മാറ്റിയപ്പോൾ അതെടുത്തങ്ങ് മാറ്റി. 2 സ്ഥാനം പോയി. അനങ്ങിയില്ല, പോട്ടെ, ഒന്നും സംഭവിച്ചില്ലല്ലോ, പൊക്കോട്ടെ, എന്റെ 2 സ്ഥാനം പൊക്കോട്ടെ, ഞാൻ സമുദായത്തിന്റെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കും. അങ്ങനെ പറ്റൂ, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഭരണഘടനയുടെ പ്രത്യേകത. അത് കഴിഞ്ഞ ഉടനെ പിന്നെ വന്നതെന്താ? പാത്രീസ് ബാബ കൽപ്പന അയക്കുമ്പോൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഞങ്ങൾ പറയും, പരിശുദ്ധ പിതാവേ ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്,
ഇത് ഞങ്ങളുടെ അസോസിയേഷൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതൊന്നും വേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഇതാണ് അവിടുന്ന് വരുന്ന കൽപ്പനകൾ. ഞങ്ങളൊരു ലെറ്റർ എഴുതിയാൽ മറുപടി തരത്തില്ല. ജ്ഞാനായ അസോസിയേഷന്റെ പ്രതിനിധികളാണ് ഞങ്ങൾ പിൻവാതിൽ കൂടി കയറി വന്നവരല്ല. ഞങ്ങളെ തെരഞ്ഞെടുത്തവരാ നിങ്ങളുടെ പള്ളി പുരുഷന്മാര്. ജ്ഞാനായ സമുദായത്തിന്റെ, ആഗോള ജ്ഞാനായ സമുദായത്തിന്റെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നും വോട്ട് തന്ന് ജയിച്ചു വന്നവരാ ഞങ്ങൾ. അല്ല, ഞങ്ങൾ പുറകിൽ കൂടെ ഒന്ന് കയറി നോമിനേറ്റ് ചെയ്തോ ആരുടെയും കാല് പിടിച്ചു വന്നവരല്ല. ഞങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങളാണ്. അപ്പോൾ അങ്ങനെ വന്ന അസോസിയേഷൻ മെമ്പർമാര് തീരുമാനിച്ച് അവരെ വോട്ട് ചെയ്താണ് ജ്ഞാനായ കമ്മിറ്റിയെയും ട്രസ്റ്റിയെയും സെക്രട്ടറിയെയും ഒക്കെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു ലെറ്റർ അയച്ചാൽ ഞങ്ങൾക്ക് മറുപടിയില്ല. തിരുമേനിക്ക് എഴുതി കമ്മിറ്റിക്കാരോട് പറഞ്ഞേക്കണം, ലെറ്റർ അയച്ചാൽ മറുപടി തരത്തില്ല. രേഖയുണ്ട് അവിടെ. ഞാൻ അന്മേനികളുടെ സംഘടനയുമായിട്ട് ഞാൻ മിണ്ടത്തില്ല. കമ്മിറ്റിക്കാർ പലയിടത്തും മിണ്ടിയ കാര്യം പോലെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോവുക. അവിടെ ഞങ്ങൾ എഴുതിയാൽ ലെറ്റർ ഇല്ല. 6 വർഷമായി യാക്കോബായ സമുദായത്തിലെ ഒരു ഒറ്റ പള്ളിയിൽ ഈ ഇരിക്കുന്ന പിതാവിനെ കയറ്റുകയില്ല. നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും അടുത്തുള്ള ഇവിടെ മണർകാട് പള്ളിയിൽ പോകുന്നതാ. മണർകാട് 8 നോയമ്പുണ്ടെങ്കിൽ ഞായറാഴ്ചത്തെ കുർബാന ക്ലീമീസ് തിരുമേനി ആയിരിക്കും. ഞങ്ങളൊക്കെ അവിടുന്ന് ദൂരദേശത്ത് നിന്ന് ആ മേഖലകളിൽ നിന്നൊക്കെ വരും ഞായറാഴ്ചത്തെ ക്ലീമീസ് തിരുമേനിയുടെ കുർബാന കാണാൻ. അങ്ങനെ മണർകാട് 8 നോയമ്പുണ്ടെങ്കിൽ ജ്ഞാനായ സമുദായത്തിന്റെ മെത്രാപ്പോലീത്തായിക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്ന കാര്യമാണ് മണർകാട് 8 നോയമ്പ്. കേറണ്ട, ഒരൊറ്റ യാക്കോബായ പള്ളിയിലും ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായെ കയറ്റുകയില്ല. കയറ്റുന്നവരുണ്ട്, സഹായന്മാരെ കയറ്റും. അപ്പനെ വിളിക്കാത്തിടത്ത് മക്കള് പോകുന്ന കാലമാണ് നമുക്കറിയാലോ. അപ്പൻ കയറണ്ട, അയലോക്കക്കാരൻ പറയുന്നത് താൻ ഇങ്ങോട്ട് വരണ്ട, തന്റെ മക്കള് വന്ന് കയറിക്കോളാൻ. അതാണ് സ്ഥിതി. എന്തുമാകട്ടെ, അതാണ് രണ്ടാമത്തെ ശിക്ഷ തരിക. എന്തിനാ യാക്കോബായ സഭയിൽ കയറണ്ട? 3ാമത് ശിക്ഷ കൊടുത്തു. നമ്മുടെ ജനങ്ങള് ഈ ദേവാലയത്തിൽ നിന്ന് എത്രയോ പേര് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നു, കുർബാനയില്ലാതെ അലയുന്നു. മനോഹരമായ ദേവാലയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനവിടെ പോയതാ. സ്വന്തമായ ദേവാലയമുണ്ട്. അവിടെ അച്ഛനെ കൊടുക്കുകയില്ല. അവിടെ ഒരു മെത്രാച്ചൻ കുർബാന ചൊല്ലണ്ട, കുർബാന മുടക്കി. അതിപ്പോഴും ഉണ്ട്, ഒരു 5 പേര് മുടക്കി നിൽപ്പുണ്ട്. അത് പോട്ടെ, മുടക്കുക. അവിടെ 2 മാസമായി 3 മാസമായി അവർ കരഞ്ഞുകൊണ്ട് അപ്രൈം സെമിനാരിലോട്ട് എഴുത്തെഴുതുന്നു, ഒരു അച്ഛനെ വേണം. പ്രിയപ്പെട്ടവരെ, സമയം പോയിട്ട് ദീർഘിപ്പിക്കുന്നില്ല. കുർബാന മുടങ്ങിക്കിടന്ന പള്ളിയിൽ 2 അച്ഛനെ കൊടുത്തപ്പോൾ സസ്പെൻഷനായി. അതാണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത്. എല്ലാ എക്യൂമിനിക്കൽ മീറ്റിംഗിലും പോകുന്നതാ, ഞാൻ ഉൾപ്പെടെ പോകുന്നതാ. എല്ലാ എക്യൂമിനിക്കൽ മീറ്റിംഗിലും ഓർത്തഡോക്സിലെയും മർത്തോമായിലെയും യാക്കോബായിലെയും കത്തോലിക്കയിലെയും ബിഷപ്പുമാരും നിരന്നിരിക്കുമ്പോൾ കോട്ടയം കാതോലിക്ക ബാബ ഞാൻ അരമന കണ്ടിട്ടില്ല, അതിലൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു. മനുഷ്യരല്ലേ? നമ്മുടെ വീടുകളിൽ ഒരാൾ വരട്ടെ എന്ന് ചോദിച്ചാൽ വരണ്ടാന്ന് പറയുന്ന ഒരു ജ്ഞാനായക്കാരനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ വന്ന് കയറിയതായിട്ട് ഒരു കാരണം പറഞ്ഞിരിക്കുന്നത് മറ്റേ അമേരിക്കയിൽ വൈദികരെ കൊടുത്തതാണ്. ഇങ്ങനെ ഞാൻ അതിലോട്ടൊക്കെ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ശിക്ഷിക്കാമെന്നവന്റെ പരമാവധി ശിക്ഷയാണ്. എന്തുമാത്രം സഹിച്ചു നിൽക്കാൻ പറ്റും? എന്നിട്ടും ഞങ്ങൾ സഹിച്ചു നിൽക്കുന്നു. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സംഭവം? സമയക്കുറവുകൊണ്ട് നിർത്തുന്നു. അവിടെ അന്ത്യോക്യയിൽ ലെബനോനിൽ ഒരു കാതോലിക്ക ബാബയെ വാഴിക്കുന്നു. ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായിക്ക് ക്ഷണമില്ല, ക്ഷണം വേണ്ട. അവിടെ പാകത്താനത്ത് ദേവാലയത്തിൽ തിരുമേനി പ്രസംഗിച്ചു, എന്നെ വിളിക്കാഞ്ഞത് ദൈവഹിതം പോലെ എത്രയോ നന്നായി. എന്റെ ജനത്തിന്റെ കൂടെ ഇരിക്കുന്നതാണ് എനിക്ക് ഭാഗ്യം, അതാണ് എന്റെ സന്തോഷം. അത് വേറെ രീതിയിൽ ഓരോരുത്തർ പറഞ്ഞിറക്കുന്നുണ്ട്. ഞാൻ കരഞ്ഞു, അല്ലെങ്കിൽ തിരുമേനി ഭയങ്കരമായിട്ട് മനപ്രയാസപ്പെട്ട് പറഞ്ഞു. അങ്ങനൊന്നുമല്ല. വിളിക്കാതിരുന്നത് നന്നായി. പോയവരുടെ കാര്യമൊക്കെ നമുക്കറിയാം. നമ്മളെങ്ങും കണ്ടിട്ടില്ല. പോയവർ എതിലേ പോയെന്ന് പോലും അറിയത്തില്ല. വന്നു എന്ന് പറയത്തില്ല, പോയെന്ന് പറയത്തില്ല. ജ്ഞാനായ സമുദായത്തിന്റെ 2 സഹായന്മാര് സമുദായത്തിന്റെ അനുവാദമില്ലാതെ പോയി. അവരുടെ പേര് പോലും പാത്രിക്കീസ് ബാവ സ്വാഗത പ്രസംഗത്തിലോ അല്ലെങ്കിൽ കാതോലിക്ക ബാവയുടെ നന്ദി പ്രസംഗത്തിലോ പേര് പോലും ഉച്ചരിച്ചില്ല. ജ്ഞാനായ എന്നൊരു വാക്ക് ഉച്ചരിച്ചില്ല. അവിടുന്ന് 2 പേര് ഇവിടെ വന്നിട്ടുണ്ട്, 3 പേര് വന്നിട്ടുണ്ടെന്നും പറഞ്ഞില്ല. എന്തിനാ പോയെ? വിളിക്കാത്തിടത്ത് പോയാൽ, അല്ലെ വിളിപ്പിച്ചു പോയാൽ, കല്യാണത്തിന് വിളിപ്പിക്കണമെന്ന് എന്നെ കൂടെ വിളിക്കണമേ എന്ന് വീട്ടുകാരോട് പറഞ്ഞ് വിളിപ്പിച്ച് അവിടെ ചെന്നാൽ അവിടെ മുഖ്യാസനം കിട്ടത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം.
പറഞ്ഞു വിളിപ്പിച്ചു പോയി. പേരുമില്ല, നമ്മളാരും കണ്ടില്ല, ഒരു ഫോട്ടോയും കണ്ടില്ല, പേരും കണ്ടില്ല, നന്ദിയുടെയും സ്വാഗതത്തിന്റെയും ലൈവ് ഉണ്ടായിരുന്നു, അവിടെ എങ്ങും കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകൾ നിർത്തട്ടെ. കഴിഞ്ഞയാഴ്ച നമ്മുടെ സമുദായത്തിലെ പ്രഗത്ഭനായ ഒരു വൈദികൻ, കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ സമുദായത്തിന്റെ ഓഫീസിലിരിക്കുമ്പോൾ 11 മണിയായപ്പോൾ ആ വൈദികൻ എന്റെ മുന്നിൽ വന്നു. 2 വൈദികരുണ്ട്. ഒരാള് സമുദായത്തിന്റെ സ്ഥാനം വഹിക്കുന്ന ഒരാളാണ്. വന്നിട്ട് എന്നോട് പറയുകയാണ്, തങ്കച്ചായ, കേസുകളൊന്നും കൊടുക്കുന്നില്ല. പാത്രികീസ് ബാബയുടെ ഓർഡറുണ്ട്, യാതൊരു കേസും കൊടുക്കരുത്. 2 കേസ് കൊടുത്തു. മുനിസിപ്പൽ കോടതിയിലും ജില്ലാ കോടതിയിലും പാത്രികീസ് ബാബ നേരിട്ട് ഇറങ്ങിയിട്ട് ആ കേസ് 8 നിലയിൽ പാത്രികീസ് ബാബ പൂട്ടി. സമുദായം പറയുന്നതാണ് കറക്റ്റ്. തിരുമേനിയുടെ സസ്പെൻഷൻ കോടതി സ്റ്റേ ചെയ്തു. അതിനെതിരെ ഞങ്ങൾ ഇനി കേസിന് പോകുന്നില്ല. എന്നോട് 2 വൈദികര് 11:30 ആയപ്പോൾ പറയുക, ഞാൻ വക്കീലന്മാരെ എല്ലാം വിളിച്ചു പറഞ്ഞു, യാക്കോബായിലെ ഒരു മെത്രാച്ചൻ ജ്ഞാനായ സമുദായത്തിലെ പ്രഗത്ഭനായ ഒരു വൈദികനോട് പറഞ്ഞു, കേസില്ല, പാത്രികീസ് ബാബ വിലക്കി, അതുകൊണ്ട് ഇനി നിങ്ങളുടെ വാച്ചിങ് ഒന്നും വേണ്ട, മാറിക്കോളൂ. ഇനി അവർ കൊടുക്കുന്നില്ലെന്ന് നമ്മളോട് നേരിട്ട് വിളിച്ചു പറഞ്ഞ അച്ഛൻ എന്റെ ഒരിക്കൽ 11:30 ഒന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, കേസ് അവിടെ കോടതിയുടെ ബെഞ്ചിൽ ഇരിക്കുക, നമ്മൾ അറിയുന്നില്ല. കേസ് അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടി ഇല്ല ഇല്ല എന്ന് പറഞ്ഞു. ഒരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് തിങ്കളാഴ്ച നടന്നില്ല. ചൊവ്വാഴ്ച കേസ് വന്നിരിക്കുന്നു. പാത്രികീസ് ബാബ കേസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞുവെന്ന് ഒരു വൈദികൻ ഇപ്പോഴുമുണ്ട്. ഇത് കഴിയുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, പരസ്യമായിട്ട് പറയുന്നില്ല. വൈദികൻ എന്റെ ഒരിക്കൽ വന്ന് പറഞ്ഞതാ. അവിടുത്തെ പ്രഗത്ഭനായ യാക്കോബായ സഭയിലെ ഒരു മെത്രാച്ചൻ വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം ചൊവ്വാഴ്ച 3/4 മണിക്കൂർ ആർഗ്യൂ ചെയ്തു. ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായെ പാത്രികീസ് ബാബ സസ്പെൻഡ് ചെയ്തത് അംഗീകരിക്കണമെന്നും പറഞ്ഞ് കേരള ഹൈക്കോടതിയിൽ ആർഗ്യുമെന്റ്. സീനിയർ അഡ്വക്കേറ്റുമാരെ നിരന്നിരുന്ന ആർഗ്യുമെന്റാണ്. ജ്ഞാനായ സമുദായത്തിന്റെ മെത്രാപ്പോലീത്തായെ തൂക്കുക എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യണം. നമ്മളിത് തലേ ദിവസം പറഞ്ഞുകൊണ്ട് നമ്മളും വക്കീലിനെ ഇരുത്തി. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് പറയാനുള്ള സമയം വേണം, ഇപ്പോഴാണ് ഞങ്ങൾ ഇത് അറിയുന്നത്, 1 ദിവസം മാറ്റിവെക്ക്, 2 ദിവസം മാറ്റിവെക്ക്. അപ്പോൾ അവര് പറയുന്നു, ആ മാറ്റിവെക്കുന്ന ദിവസം വരെ ഒരു സ്റ്റേതാ. എന്തിനാണെന്നറിയാമോ? പിറ്റേ ദിവസം അവിടെ സിനഡ് കൂടുക. ഈ നീതിമാന്റെ രക്തം അവർക്ക് വേണം. ആ സിനഡ് കൂടുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ അവിടെ ചെയ്ത്. പ്രിയപ്പെട്ടവരെ, ഏതായാലും സ്റ്റേ കിട്ടിയില്ല. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞില്ല. എന്ന് വരികിലും നമ്മുടെ ചാണ്ടിയുമ്മൻ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കേസിന്റെ ദിവസം തിങ്കളാഴ്ച കേസ്, ചൊവ്വാഴ്ച കേസ്, ബുധനാഴ്ച കേസ്, വ്യാഴം ലിസ്റ്റ്, വെള്ളി വരെയും കേസായിരുന്നു. ഈ ആഴ്ചത്തെ സംഭവമാണ് പറയുന്നത്. 6 ദിവസവും കോടതിയിൽ കേസ്. ഇങ്ങനെ നിൽക്കുമ്പോൾ ആരാണ് ഇതിനെല്ലാം തട നിൽക്കുന്നതാരാ? ജ്ഞാനായ സമുദായ സെക്രട്ടറി. അദ്ദേഹമാണ് ഇതിനെല്ലാം തട നിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ വേണം. ഇനി അടുത്തത് എന്നെ കുറിച്ചിക്കാനാ. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് എല്ലാ സഭകളിലും ഉണ്ട്, അവിടെയും ഉണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓർത്തഡോക്സ് യാക്കോബ ആടി നമുക്കറിയാമല്ലോ. മർത്തോമാ സഭയിലുണ്ട്. കുർബാനയെ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന കേസ്, ഇങ്ങോട്ട് തിരിഞ്ഞ കേസ് കത്തോലിക്കയിലുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ഒരു മഹാനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ചള്ളക്കുഴി, അവിടെ എന്തോ ഒരു സ്ഥലമുണ്ട്, അവിടെ അങ്ങോട്ട് കിടങ്ങറായിക്കപ്പുറത്ത് എന്തുവാന്നോ, ഏതാണ്ടൊരു വള്ളത്തിന്റെ പേരുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ അദ്ദേഹത്തിന്റെ ബന്ധുവാന്ന് ഒരുത്തൻ കുറിച്ചി താമസിക്കുന്നുണ്ട്. അദ്ദേഹം പറയാ, കുറിച്ചിയിൽ ഇങ്ങനെ ഒരാളില്ല. അവിടെ ഒരു ഇപ്പൊ നമുക്കറിയാമല്ലോ, ഈ യൂട്യൂബിലൊക്കെ പൈസ കൊടുത്താൽ അവന്മാർ എന്ത് വേണേലും അവര് യൂട്യൂബിൽ എഴുതി വെക്കുന്ന അവരാണ്. അവരെഴുതിയിരിക്കുകയാണ്, കുറിച്ചിയിൽ അങ്ങനെ ഒരു അമ്പൂരാൻ ജില്ല, അമ്പൂരാൻ എന്നോ ഏതാണ്ട് അതിന്റെ വാക്ക്, അത് ചിങ്ങവനത്താണെന്ന് യൂട്യൂബിൽ കിടക്കുക. തിരുമേനിയെ അതിസംബോധന ചെയ്ത് എഴുതുക. യൂട്യൂബിലില്ല അത്, അല്ല കുറിച്ചിയിലല്ല, അത് അങ്ങേപ്പുറത്താണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പെരിയവർ കുറിച്ചിയിൽ നിന്ന ഒരുത്തനിട്ട് കാശ് കൊടുത്ത് ഇടിപ്പിച്ചതാ. പിറ്റേ ദിവസം നമ്മുടെ ഒരു മഹാൻ ജ്ഞാനായക്കാരനായ ഒരുത്തൻ, അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് മാത്യു കാവാലം എന്നാ പറയുന്നത്. 75 വയസ്സായെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അദ്ദേഹം ഇപ്പൊ ഇവിടെ പണിത് ശരിയാക്കാനായിട്ട് വന്നിരിക്കുക. ഇവിടെ കണ്ടുണ്ട് താമസം. ഏതായാലും അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യം ഇപ്പൊ ഇവിടെ MLA ഇരിക്കുന്നതുകൊണ്ട് ഞാനിപ്പം പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വേണ്ട. നിങ്ങൾ ആ യൂട്യൂബ് കേട്ടാല്
അത് തിരിച്ചറിയാം. എന്നെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ഞാനാണ് കുഴപ്പക്കാരനാ. എല്ലാ സഭയിലും ഉണ്ട് ഇത് കേട്ടോ, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഞാനാണ് ജിയോ എബ്രഹാം എന്ന് പറയുന്ന ആളാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ. തിരുമേനി അതിലും വലിയ കുഴപ്പക്കാരൻ. ഇങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ നീട്ടി പറയാൻ വയ്യാത്തത് കൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ഞാനത് പോയിന്റ് പറയണമെന്ന് വിചാരിച്ചതാ. ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ, ആ പുള്ളിക്ക് 75 വയസ്സായി, വീട്ടിൽ കൊച്ചുപിള്ളാരെയും കളിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതിന് പകരം ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ വരിക. ഏതായാലും ഒന്ന് തീരുമാനിച്ചു. അദ്ദേഹം ഒന്ന് സമ്മതിച്ചു, സമുദായ സെക്രട്ടറിക്ക് കേസ് നടത്താൻ നല്ല കഴിവ് അറിയാമെന്ന്. അത് നടത്തിയിരിക്കും. അദ്ദേഹത്തിനെതിരായിട്ട് ഡീഫോർമേഷൻ കേസ് ആ പറഞ്ഞുകൊണ്ട് തന്നെയാ കൊടുത്തിരിക്കും. തിങ്കളാഴ്ച തൊട്ട് ഈ ആഴ്ചയിൽ അത് ഫയൽ ചെയ്തിരിക്കും. യാതൊരു വിവരവുമില്ലാതെ ജ്ഞാനായ സമുദായത്തിന്റെ മെത്രാപ്പോലീത്തായെയും ജനങ്ങളാൽ തെരഞ്ഞെടുത്ത സെക്രട്ടറിയെയും ആരെങ്കിലും അപമാനിക്കാൻ വന്നാൽ അത് തീർച്ചയായിട്ടും അതിന് പ്രതികാരം ഉണ്ടാവില്ല. ഞാനിപ്പോ കൂടുതൽ പറയട്ടെ, ഇവിടെ അതിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനത് കൂടുതലൊന്നും പറയുന്നില്ല. മെത്രാപ്പോലീത്ത വന്നപ്പോഴത്തെ എന്റെ നാവിന് ബ്രേക്ക് ഇട്ടതുപോലെ എനിക്കിപ്പോ വിശദീകരിക്കാൻ വയ്യാത്തതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ക്ലീമീസ് തിരുമേനി പറഞ്ഞതുപോലെ ഈ സമുദായം സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം നിലനിൽക്കും. ഇതിന് യാതൊരു പ്രശ്നവും ഇല്ലാതെ പോകുന്നുണ്ട്. ഡെവലപ്മെന്റ് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. നമുക്ക് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സുള്ള കോളേജ് ജ്ഞാനായ സമുദായം തുടങ്ങിയിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ എത്രയോ കാര്യങ്ങള് അപ്രൈ സെമിനാരി പഴയ അപ്രൈ സെമിനാരി ആണോ, കൊടുങ്ങല്ലൂർ പിതാക്കന്മാർ വന്നിറങ്ങിയ അവിടെ അടുത്ത 36-ാം ഞായറാഴ്ച ക്നായിത്തൊമ്പന്റെ ദുക്രോനോ പെരുന്നാളിൽ കുർബാന ചൊല്ലുന്നത് ജ്ഞാനായ സമുദായത്തിന്റെ വലിയ മെത്രാപ്പോലീത്തായാണ്. നിങ്ങളെല്ലാം ക്ഷണിക്കുകയാണ്. സൗകര്യമുള്ളവർ വരിക പ്രിയപ്പെട്ടവരെ. അങ്ങനെ ജ്ഞാനായ സമുദായം നിലനിൽക്കും. ജ്ഞാനായ സമുദായത്തിലെ വിഷയങ്ങൾ തീർക്കുന്നതിന് ഞങ്ങളെല്ലാം തയ്യാറായി. ഇപ്പൊ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, ഉള്ള വിഷയങ്ങൾ തീരട്ടെ. ഒറ്റ കാര്യം അടിവരയിട്ട് പറയുവാൻ ഉദ്ദേശിക്കുന്നു. ജ്ഞാനായ സമുദായത്തിന്റെ ഭരണഘടന ത്യജിച്ചുകൊണ്ട് ഒരു വിഷയവും തീരത്തില്ല. ആ ഭരണഘടന നിലനിർത്തും. അതുപോലെ തന്നെ പൈതൃകവും ജ്ഞാനായ സമുദായത്തിന്റെ എൻഡോഗമിയും അതിന്റെ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഏത് ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ്. വിഷയങ്ങൾ തീരണം, അതിനുള്ള മനസ്സ് കാണിച്ചുകൊണ്ട് ഒറ്റ ഇതായിട്ട് ജ്ഞാനായ സമുദായം പോട്ടെ. പ്രിയപ്പെട്ട യുവജനങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. എല്ലാം ഒരിക്കൽ കൂടി ജ്ഞാനായ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ പ്രദേശത്തിന്, ഈ ദേവാലയത്തിന്റെ യൂണിറ്റ് ഉൾപ്പെടെ, ഈ മേഖലയുടെ യൂണിറ്റ് ഉൾപ്പെടെയാണ് നടക്കുന്നത്. ഇത് ലിൻസോ ഇളവുകളും തൊട്ട് അവിടുത്തെ ഒത്തിരി ആൾക്കാർ, പേര് പറയാൻ സമയമില്ലല്ലോ, പാടശ്ശേരി മുതൽ ഈ ഇടവകയിൽപ്പെട്ട ആൾക്കാർ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് നിർത്തുന്നു. അവർക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.